കൊണ്ടോട്ടി നഗരസഭയിലെ LDFിൻ്റെ കൗൺസിലർമാർ ഒരു പ്രത്യേകതയുള്ള സമരവുമായി ഇന്ന് രംഗത്തിറങ്ങുകയാണ്. റീത്ത് വണ്ടി സമരം എന്നാണ് ഈ സമരത്തിന് പേരിട്ടിട്ടുള്ളത്. CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് PK മോഹൻദാസ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഈ റീത്ത് വണ്ടി ജാഥ എന്ന് പറയുമ്പോൾ ഈ കൊണ്ടോട്ടി നഗരസഭയിലെ കഴിഞ്ഞ 5-6 കൊല്ലക്കാലത്തെ അഴിമതിയുടെ സ്മാരകങ്ങൾക്ക് റീത്ത് സമർപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗും ബന്ധപ്പെട്ട ലീഗിൻ്റെ നേതാക്കന്മാരും ചോദിക്കുന്നത് ഇങ്ങനെ ആരോപിക്കുന്ന അഴിമതിക്ക് എന്ത് തെളിവാണുള്ളത് എന്നാണ്. ലോകത്തിൽ ആരെങ്കിലും തെളിവ് വെച്ച് അഴിമതി നടത്തുമോ? മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് അഴിമതിക്ക് തെളിവ് ചോദിക്കുന്ന ഒരു പുതിയ പ്രവണത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഴിമതിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ UDFിൻ്റെ ഏറ്റവും സജീവ രംഗത്തുള്ള ഒരു നേതാവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി കത്ത് കൊടുത്ത വാർത്തയാണ് പുതുതായി പുറത്തു വരുന്നത്. അഴിമതി ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഴിമതി ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നേതാക്കന്മാർ പരസ്പരം നടപടി ആവശ്യപ്പെടുന്ന അത്യപൂർവമായ ഒരു അവസ്ഥയിലേക്ക്, ഏറ്റവും മോശപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൊണ്ടോട്ടിയിലെ UDFിൻ്റെ നേതൃത്വം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പോയി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ LDFിൻ്റെ കൗൺസിലർമാർ മുന്നോട്ട് വെക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളാണ്. ആ സ്മാരകങ്ങൾ അവിടെ കരാറുകാർക്ക് വേണ്ടി നിർമ്മിച്ച് അവിടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഞങ്ങൾ ഉന്നയിക്കുന്നത് നഗരസഭയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വം എവിടെയാണ്? അതിൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ടവരും എവിടെ? അവർ ഈ നഗരസഭയുടെ ഈ ഇടതുപക്ഷം ഉന്നയിക്കുന്ന, പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിക്കുന്ന വിഷയത്തോടുള്ള അവരുടെ പ്രതികരണം എന്താണ്? ഇത്ര വലിയ സമരങ്ങൾ ഇവിടെ നടന്നിട്ടും, ഇത്ര വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഒരു വരി പോലും ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, ഇതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ്. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, especially for you.